അതിൽ ഞങ്ങൾ ഊട്ടി ടൗണിൽ പോയി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഹോട്ടലിലാണ് കേട്ടോ. ക്ലുനൈൽ മാനർ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് വരുന്നത്. ഒരു വിക്ടോറിയൻ സ്റ്റൈലിലുള്ള അടിപൊളി ഒരു ഹോട്ടലാണ് ഇത്. ബ്രിട്ടീഷുകാരുടെ ആ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും മഹാരാജ ഓഫ് പട്നയുടെ ഒരു സമ്മർ പാലസ് ആയിരുന്നു ഇതെന്നും പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇത് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഓപ്പൺ ആക്കിയത്. അപ്പം നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്ന റൂമും ആ ഒരു വിക്ടോറിയൻ സ്റ്റൈലിൽ തന്നെയുള്ള ഒരു അടിപൊളി റൂമായിരുന്നേ. ഫയർ പ്ലേസും അതുപോലെ തന്നെ ആൻഷ്യന്റ് ആയിട്ടുള്ള കുറേ ഫർണിച്ചേഴ്സ് ഒക്കെ ആയിട്ടായിരുന്നു റൂമിൽ ഉണ്ടായിരുന്നത്. ഇത്രയും ഭംഗിയുള്ള റൂം കണ്ടിട്ടും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ജോ ആണെങ്കിൽ റൂം ഭയങ്കര ക്രീപ്പിയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ പേടിപ്പിക്കാൻ തുടങ്ങിയായിരുന്നു. ടൗൺ അടുത്തായതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഗസ്റ്റ് ഒക്കെ പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നെ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും തിരിച്ചൊക്കെ വന്നു. ഒരാളനക്കൊക്കെ ആയപ്പോഴത്തേനും അവൻ്റെ പേടിയൊക്കെ ഇങ്ങോട്ട് പോയി. അവിടെ അടുത്ത് തന്നെയാണ് ടോയ് ട്രെയിനും ബൊട്ടാനിക്കൽ ഗാർഡനും അതുപോലെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ഫുഡ് സ്പോട്ട്സ് ഒക്കെ വരുന്നുണ്ട്. എൻ്റെ ചെറുതിലെ ഞാൻ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള സ്ഥലമാണ് ഊട്ടി, കൊടൈക്കനാൽ, വേളാങ്കണ്ണി ആൻഡ് മൂന്നാർ. അപ്പോൾ അതിൻ്റെ ഒരു നൊസ്റ്റാൾജിയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒത്തിരി വർഷം കൂടിയിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു പഴയ ഓർമ്മയൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കണമെന്നും ആഗ്രഹമുണ്ട്.